ഹലോ, ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സയൻറ്റിഫിക് പ്രോഗ്രാമാണ് ബേസിക്കലി ഇമോഷണൽ ഇൻ്റലിജൻസ് കോച്ചിങ് എന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ WHO അല്ലെങ്കിൽ യുനെസ്കോ റെക്കമെൻഡ് 10 ലൈഫ് സ്കില്ലുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് ലൈഫ് സ്കില്ല്, അതായത് മനുഷ്യന് ആവശ്യമായ സ്കില്ലുകളിൽ 87% സ്കില്ലുകളും കവറാവുന്ന ഒരു ടോപ്പിക്കാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എവിടെയാണ് നമുക്കത് ഹെൽപ്പ് ആവുകയെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം നമ്മൾ കോയിൻ ചെയ്ത് തന്നെ അല്ലെങ്കിൽ ഫോം ചെയ്ത് തന്നെ കൊറോണ സമയത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. സ്ട്രെസ്സ്, ആങ്ഷൈറ്റി, ഉറക്കക്കുറവ്, ആത്മഹത്യാ പ്രവണത. അധികം ആളുകളും മരിച്ചത് പോലും കൊറോണ വന്നിട്ടല്ല. കൊറോണ വന്നിട്ട് മരിക്കുമോ എന്നുള്ള, അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്നു പോകുമോ എന്നുള്ള പേടി കൊണ്ട് സ്ട്രെസ്സ് കൂടിയിട്ട് ബ്ലഡ് ക്ലോട്ടായി ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വന്നവരാളുകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ആളുകളുടെ കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള ഒഴുക്ക് ഭയങ്കരമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ വരികയും അവസാനം നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ 7 ഡേയ്സിൻ്റെ ഒരു 21 hours ഓഫ് പ്രോഗ്രാം നമ്മൾ കോയിൻ ചെയ്യുകയും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അന്ന് ഒരുപാട് കുടുംബങ്ങളെ ഡൈവേഴ്സിൽ നിന്ന് രക്ഷിക്കാനും ഒരുപാട് ആളുകളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാനും ഒരുപാട് ആളുകളെ ജീവിതത്തിൽ നിന്നും മെൻ്റലി ക്രാക്കായി പോകുന്നത് രക്ഷിക്കാനും ആ ഒരു പ്രോഗ്രാമിന് അന്ന് നമ്മൾ 9ഓളം ബാച്ചുകൾ അന്ന് നടത്തിയിരുന്നു, പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2022 ശേഷം നമ്മൾ ആ പ്രോഗ്രാം നടത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ ഡീപ്പ് ഇമർഷനിലൊക്കെ വന്ന കുറേ ആളുകൾ അവരുടെ സ്പൗസുമാർക്ക്, അവരുടെ എംപ്ലോയീസിന്, അവരുടെ ലീഡേഴ്സിന് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം വേണം എന്ന് നിർബന്ധിച്ചപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബാച്ച് അനൗൺസ് ചെയ്യുന്നത്. ആരാണ് ഇതിൽ പങ്കെടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരിക്കൽ വന്ന ആൾ പൂച്ചയെ, കൂറയെ, പല്ലിയെ പേടിയുള്ള ആളായിരുന്നു. അതായത് എവിടെ പൂച്ചയെ കണ്ടാലും ചാടുക, ബാത്റൂമിൽ കയറി കൂറയെ കണ്ട എന്ന് പറയാം. അങ്ങനെ ഫുൾ ടൈം ഫോബിയ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താണ് പറയുക, എല്ലാത്തിനെയും പേടി എന്ന് പറഞ്ഞില്ല. അപ്പോൾ അവരിപ്പോൾ ഏറ്റവും വലിയ രസം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒമാനി പോയപ്പോൾ അവർ വീട്ടിൽ പൂച്ചനെ വളർത്തുന്നുണ്ടെന്നുള്ള, അതായത് പ്രോഗ്രാം കഴിഞ്ഞ് ഒരു 6 months ശേഷം അവർ വീട്ടിൽ സ്വന്തമായിട്ട് ഇപ്പോൾ പൂച്ചയെ വളർത്തുന്നുണ്ട്. ആ ഫോബിയ മാറി കിട്ടിയ പൂച്ച നല്ലൊരു ആനിമലാണല്ലോ, ആക്ച്വലി വെരി ലവ്ലിയാണ്. പക്ഷെ പേടിയായപ്പോൾ എന്താ ചെയ്യാം? അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുടുംബ ബന്ധത്തിൽ നമുക്ക് നല്ലോണം പോകണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ തുറന്ന ചൊറിഞ്ഞ വർത്താനേ പറയുള്ളൂ, അത് അടിയാവും ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നെ മിണ്ടാതാക്കല. മിണ്ടാന്നപ്പോൾ അതിലും വലിയ പ്രശ്നമായിരിക്കും, മിണ്ടിയ അതിലും വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടിയ പ്രശ്നമാണ്? അതൊരു കമ്മ്യൂണിക്കേഷൻ മോഡൽ അറിയാത്തതുകൊണ്ട്, സംസാരിക്കാൻ അറിയാനിട്ടാണ്. നല്ലോണം സംസാരിക്കാൻ അറിഞ്ഞാൽ അതിലും വലിയ നല്ല സാധനം നാവ് അത്രയും ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ അറിയില്ലെങ്കിലും അത്രയും ഒലുമ സാധനം വരില്ല. കത്തിത്തൂത്തിനാട്ടി നല്ല ചിലപ്പം കത്തിത്തൂത്തിനാട്ടിൽ അരപ്പായിരിക്കും എന്ത് നാവിൻ്റെ പ്രശ്നം. അപ്പം ഭാഷ എങ്ങനെ ശരിയാക്കിയെടുക്കാം? ഒരിക്കൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ട് 10 വർഷമായിട്ടും അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുമില്ല, അവർ കുട്ടികളുണ്ടായിട്ടില്ല ദാമ്പത്യത്തിൽ. എന്താണെന്ന് വെച്ചപ്പോൾ അവളുടെ ഉള്ളിലുള്ള ഒരു അപകർഷതാ ബോധമാണ്, ഞാൻ കറുത്തിട്ടാണ്, അതുകൊണ്ട് എൻ്റെ ബോഡി വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ സെക്സ് ചെയ്യാൻ പറ്റില്ല. 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. ഇത് അങ്ങനെയുള്ള കുറേ അപകർഷതാബോധങ്ങൾ പേറി നടക്കുന്ന ആളുകളുണ്ടാവും. അത് നമ്മൾ ഹീൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ചില ആളുകൾ കുട്ടികളെയും ഭാര്യയും നന്നായിട്ട് അടിക്കും. അപ്പോൾ എന്താണെന്ന് അനലൈസ് ചെയ്ത് വരുമ്പം ഭയങ്കര ഭാര്യമാർ കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയും ഭർത്താവിന് ഭയങ്കര ദേഷ്യമാണ്. എന്താ പ്രശ്നം ചോദിച്ചാൽ, ചെറുപ്പകാലങ്ങളിൽ ഇയാൾക്ക് ഉമ്മനോടും ഉപ്പനോടും ഭയങ്കരമായിട്ട് അടി കിട്ടിയിട്ടുണ്ടാവും. ആ അടിയുടെ ട്രോമകളുമായിട്ട് അയാൾ നടക്കണം. അതിനെ ഹീൽ ചെയ്തിട്ടില്ല. അയാളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്തിട്ടില്ല. അത് ഹീൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ അയാൾ ആ ദേഷ്യം, അതായത് അന്ന് ഉപ്പ അടിച്ച ആ ദേഷ്യം, ആ വൈരാഗ്യം വെച്ചിട്ട് സ്വന്തം ഭാര്യയോടും മക്കളോടും തീർക്കുന്നു. മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ചിലപ്പം കുടുംബജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ ശരിയാക്കുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഡിപ്രഷനായിട്ടും അതൊരു പ്രോപ്പർ സൈക്യാട്രിക് ട്രീറ്റ്മെൻ്റ് ആയിട്ടൊക്കെ പോകാനുള്ള കാരണം ചിലപ്പം ഭാര്യ ഭർത്താവിനെ മറ്റൊരു റിലേഷൻഷിപ്പിൽ പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ ചിലപ്പം 10-20 വർഷം ഇയാൾക്ക് വേണ്ടി മാത്രം തൻ്റെ എല്ലാ ജീവിതവും പാഷനും ഹോബീസും എല്ലാം മാറ്റിവെച്ച് ഇയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആളായിരിക്കും. പക്ഷേ ഈ മറ്റൊരു റിലേഷൻഷിപ്പിൽ പിടിക്കുമ്പം ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അയാൾ എൻ്റേതല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ വരുന്ന ഒരു ഭ്രാന്തും ദേഷ്യവും വൈരാഗ്യമുണ്ട്. അത് ആ കുടുംബം തകർക്കുമെന്ന് മാത്രമല്ല, ഈ പെണ്ണിനെ വല്ലാതെ മാനസികമായിട്ട് ഡൗൺ ആക്കും. അവൾ ഡിപ്രഷനിലേക്കും ഉറക്കക്കുറവിലേക്കും എല്ലാ പ്രശ്നങ്ങളും, അതായത് അവർക്കുണ്ടാകാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം അത്തരം ആളുകൾക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ, ഒരുമിച്ചായാലും സെപ്പറേറ്റ് ആയാലും ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഹീലിംഗ് ആവശ്യമാണ്. ആ ഇൻസിഡൻറ്റ് തലച്ചോറിന്ന് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും. ഹീലിംഗ് ആവശ്യമാണ്. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ടാവും. ഒരുപാട് ചില ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറ്റബോധമായിരിക്കും. ഒന്നെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ, മക്കളെ അല്ലെങ്കിൽ ആരെങ്കിലും വഞ്ചിച്ച കുറ്റബോധമായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇന്ന സ്ഥലത്തൊക്കെ എത്തണമെന്നൊക്കെ ഉള്ളൊരു ഗോൾ സെറ്റിംഗ് ഒക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് എത്തൂല, ഫുൾ കടന്നുറങ്ങലായിരിക്കും, എവിടെ എത്തൂല, പെർഫോം ചെയ്യില്ല. അപ്പം ഞാൻ വിചാരിച്ച സ്ഥലത്ത് ഞാൻ എത്തിയിട്ടില്ല എന്നുള്ള ഒരു സ്വന്തം കത്തിയെടുത്ത് കുത്തൽ പരിപാടിയുണ്ട്. അത് മനുഷ്യനെ നശിപ്പിക്കും. അപ്പം അത്തരം പെർഫെക്ഷനിസം അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് സ്വന്തത്തോട് കരുണ കാണിക്കാതിരിക്കുക, സ്വന്തത്തെ പേടിപ്പിക്കുക,
ഞാൻ ഇങ്ങനെ ആവണം, ഇങ്ങനെ ആയാൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ ആള് ശരിയില്ലടാ, നീ ആള് ശരിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അങ്ങനെ തുടങ്ങി ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചില സമയത്ത് നമുക്ക് ചില ആളുകളെ മനസ്സിലാവുന്നില്ല. അതായത് നമുക്കെപ്പോഴും നമ്മളെ കാര്യമായിരിക്കും. ഒരു തരത്തിൽ നാർസിസം, ഞാൻ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ. മുമ്പിലുള്ള ആളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ ഒരു എമ്പതി ഉണ്ട്. അതില്ലാത്തവന് ജീവിതത്തിൽ ഒരു മനുഷ്യത്വം ഉണ്ടാവില്ല. എമ്പതി പഠിക്കാം. അങ്ങനെ തുടങ്ങി എന്തൊക്കെ ചില ആൾക്ക് ഈ പർച്ചേസിലൊക്കെ വന്നാലേ ആപ്പിൾ ഇപ്പം കിട്ടണം, ആപ്പിൾ ഫോൺ അതാ ഇപ്പം കിട്ടണം, ഇപ്പം കിട്ടിയില്ല കൈയും കാലും ഇങ്ങനെ വറക്കും. ഇങ്ങോട്ട് പോയിട്ട് ഭയങ്കര ലൈൻ നിൽക്കല, മാളിൽ പോയിട്ട് നാളെ ഇറങ്ങാനുള്ള ആപ്പിൾ ഫോണിന് ഇന്ന് ലൈൻ നിൽക്കണമല്ലൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ ആമസോണിൽ ഇരുന്നിട്ട് പർച്ചേസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പർച്ചേസ് ഒരു മാനിയുള്ള ആളുകൾ, സ്പെൻഡിങ് എവിടെ ഓഫർ ഇട്ടാലും വാങ്ങുന്ന ആളുകൾ. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ലൈഫിനെ സമഗ്രമായി ആസ് എ പാരന്റ്, ആസ് എൻ എംപ്ലോയി, ചില ആളുകൾക്ക് എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കരുത്, ഞാൻ അവിടെ അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല, അതൊരു പ്രശ്നമാണ്. എല്ലാവരും വന്നിട്ട് എടാ ഈ പണി നടക്കും, ഓക്കെ, എടാ ഈ പണി നടക്കും, ഓക്കെ. നോ പറയാൻ അറിയില്ല എന്ന്. പിന്നെ ചില ആളുകളുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഓൻ എന്നെ അങ്ങനെ പറഞ്ഞ്, ഇവൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞ്, ഇവൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞ്, എളാം അങ്ങനെ പറഞ്ഞ്, അമ്മായിയും അങ്ങനെ പറഞ്ഞ്, വേറെയുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് അന്വേഷിച്ച് നടക്കുന്ന കുറേ ടീമുണ്ട്. ആരാന്ന് വെച്ചാൽ സ്വന്തത്തെക്കുറിച്ചൊരു അഭിപ്രായം ഇല്ലാത്ത ആളുകളാണേ. എനിക്ക് എന്നെക്കുറിച്ചൊരു കോൺഫിഡൻസ്, എന്നെക്കുറിച്ചൊരു അഭിപ്രായം എനിക്കുണ്ടല്ലോ, പിന്നെ നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മാറില്ലല്ലോ. അപ്പോൾ സ്വന്തത്തെക്കുറിച്ച് അതേഴ്സ് ഒപ്പീനിയന് മറ്റുള്ളവർ പറഞ്ഞ കേട്ടിട്ട് സങ്കടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ തുടങ്ങി നമ്മുടെ സ്ട്രെസ്സ്, ആങ്ഷൈറ്റി, ഉറക്കക്കുറവ്, ഉത്കണ്ഠ, അതല്ലെങ്കിൽ മനസ്സിൻ്റെ പഴയ ട്രോമകൾ, ഫോബിയാസ്, പേടികൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പ്രതികാരങ്ങൾ എല്ലാം മാറ്റിയെടുക്കാവുന്ന ഒരു സൂപ്പർ ഡൂപ്പർ ഹീലിംഗ് പ്രോഗ്രാമാണ്. ഒരു വർഷത്തെ ടോട്ടൽ കോഴ്സാണ്. 21 മണിക്കൂർ നമ്മൾ ലൈവ് പ്രോഗ്രാമും അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഫോളോ അപ്പ് സെഷനുമാണ്. ജീവിതത്തിൽ മനസ്സിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ട് നടക്കുന്ന, മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്ത എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പ്രോഗ്രാം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്ന 2 സാധനമുണ്ട്, അത് തിരിച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പുള്ള ഒരു പ്രോസസ്സാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം. എല്ലാവരെയും ഈ പ്രോസസ്സിലേക്ക് ക്ഷണിക്കുകയാണ്.